അങ്ങനെ ഊട്ടിയിലെ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും വെളിയിലോട്ടിറങ്ങി. ഇനിയിപ്പോൾ എന്താ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനും ഇല്ല. എന്നാൽ പിന്നെ ഊട്ടി വരെ വന്നാലേ ഒരു ഐസ്ക്രീം കഴിച്ചേക്കാന്ന് വെച്ചു. നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു ഐസ്ക്രീം കട കണ്ടു, അങ്ങോട്ട് കയറി. ഊട്ടി വന്നിട്ട് എങ്ങനെയാ സകില ഒരു ഐസ് കഴിക്കാതെ പോകുന്നത്? അതിലല്ലടാ. അങ്ങനെ സകിലിന്റെ കോമഡിയും കേട്ട് ഐസ്ക്രീമും വാങ്ങിച്ച് കഴിച്ചോണ്ട് അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്നു. പിന്നീട് നേരെ ഇതേ വെളിയിലോട്ടിറങ്ങി. പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലാതെ വന്നോണ്ട് തന്നെ ഇനിയും വലിയ പ്ലാൻ ഒന്നും ഇല്ല, തിരിച്ച് വീട്ടിൽ പോകാം. ചോക്ലേറ്റ് മേടിച്ചോടാ. കാണിച്ചേ. ചോക്ലേറ്റ് പോയി കൊച്ചിനോടൊക്കാൻ. ചോക്ലേറ്റ്, ഊട്ടിപ്പൂവ്. അങ്ങനെ ഊട്ടിപ്പൂവും ചോക്ലേറ്റും എല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വണ്ടിയുടെ അടുത്തോട്ട് വിട്ടു. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകാമെന്നാണ് പ്ലാന്. വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കാതെ തന്നെയാണ് ചോക്ലേറ്റ് വാങ്ങിയത്. പക്ഷെ സംഭവം പൊട്ടിച്ച് കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും ഒരു രക്ഷയും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോയി ഒരു ബോക്സ് കൂടെ വാങ്ങിച്ചു. ചോക്ലേറ്റും വാങ്ങിച്ച് ഊട്ടിയിൽ നിന്ന് പോയേക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ ലേക്കിന്റെ അവിടെ നിന്ന് വണ്ടി എടുത്തു. ആ സമയത്ത് ഷറവിന് എന്തോ പറ്റി, ചെറിയൊരു തർക്കത്തിലോട്ട് മാറി. തിരിച്ചു പോവാ. ഒരു പ്രതീക്ഷയില്ലാതെ ഒരു ഊട്ടി യാത്ര വളരെ എന്താ പറയണ്ടേ, വളരെയധികം ഉല്ലാസം നിറഞ്ഞതും അതിനുപരി ഒരുപാട് സുന്ദരമായ നിമിഷങ്ങൾ കിട്ടാതെ പോയതുമായ ഉല്ലാസയാത്രയായിരുന്നു. ഇനി നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഊട്ടിക്ക് ഒരു വരവ് വരും. പക്ഷെ വരുന്നതിന് കുഴപ്പമെന്ന് വെച്ചാൽ നമ്മള് കൂടുതലും കമ്പം വഴിയായിരിക്കും ഊട്ടിക്ക് വരാൻ നമ്മൾ വരുന്നത്. പക്ഷെ നമ്മുടെ ഡ്രൈവർ ആ സമയത്ത് റിഷാദ് ജലീലായോണ്ട് ഊട്ടി പെട്ടെന്ന് യൂട്ടേൺ അടിച്ച് കൊടൈക്കനാലിൽ പോകും. നമ്മൾ ഒരുപാട് തവണ ഊട്ടിക്ക് വരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും റിഷാദ് ജലീൽ വണ്ടി ഓടിച്ചുകൊണ്ട് നിർഭാഗ്യവശാൽ കൊടൈക്കനാൽ എത്തിപ്പെട്ടുകൊണ്ടിരുന്നത്. അവസാനം കൊടൈക്കനാലിന്റെ ലേക്ക് കണ്ട് ഊട്ടി ലേക്ക് എന്ന സംതൃപ്തി അടയേണ്ട അവസ്ഥ വരെ നമുക്ക് വന്നിട്ടുണ്ട്. കമ്പം തേനി വഴി വരുന്നത് തേനി എത്തുമ്പോഴത്തേനും മൈൻഡ് മാറിയിട്ട് നമ്മൾ ആ വഴി കേൾക്കും. ഞാൻ വേറെ പക്ഷെ ആ കാര്യം തേനിയുടെ കാര്യം നീ പറഞ്ഞു. ഞാൻ കമ്പം ഇങ്ങോട്ട് വന്നു. നമ്മൾ ഈ വഴി വന്നോണ്ട് എന്ത് ചെയ്തു, നമ്മൾ ഈ വഴി കയറി കോയമ്പത്തൂർ വന്നോണ്ട് നമ്മൾ ഊട്ടി വന്നു. നമ്മൾ കോയമ്പത്തൂർ വന്നോണ്ട് അല്ലല്ലോ ഊട്ടി വന്നത്, നമ്മള് തിരുപ്പൂര് വന്നിട്ടല്ലേ ഊട്ടി വന്നത്. കോയമ്പത്തൂർ വന്നാലും നമ്മൾ ഊട്ടി വരും. ഇല്ല, കോയമ്പത്തൂർ നമ്മൾ നമ്മളെ കോയമ്പത്തൂർ വരുന്ന പ്ലാനേ ഇല്ലായിരുന്നു. നമ്മള് പാലക്കാട് വന്നതല്ലേ. ഊട്ടി വരുന്ന പ്ലാൻ ഉണ്ടായിരുന്നില്ല. അത് തിരുപ്പൂര് വന്നോണ്ടല്ലേ ഊട്ടിക്ക് വന്നത്. പാലക്കാട് വന്നോണ്ടല്ലേ കോയമ്പത്തൂർ വരാൻ തോന്നി. അതെ, വീട്ടിൽ നിന്ന് ഇറങ്ങിയാണല്ലോ അവിടെ വരെ എത്തിയത്. വീട്ടിൽ ഇത് പൊട്ടത്തരും പറയുന്നതിനാ. വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ടല്ലോ എല്ലാരും എല്ലാ സ്ഥലങ്ങളിൽ എത്തുന്നത്. വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ജീവിക്ക് അത് ഊട്ടി വിട്ടിട്ടുണ്ടാ മതിയല്ലോ. വിളിച്ച് ഊട്ടിക്ക് വരാൻ വേണ്ടി അല്ലല്ലോ. അതിലോ പൊട്ടാ പറഞ്ഞ നമ്മള് തിരുപ്പൂര് വന്നോണ്ടാ ഊട്ടിക്ക് വന്നേന്ന്. വരാൻ പാടില്ല. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനെ കുത്താതെ. തർക്കങ്ങളെല്ലാം കഴിഞ്ഞ് വണ്ടി പൊക്കോണ്ടിരുന്നപ്പോഴാണ് അൽത്താഫ് പറഞ്ഞത് നമുക്കൊരു ഊട്ടിച്ചായ കുടിക്കാമെന്ന്. തൊട്ടടുത്ത് കണ്ടൊരു കടയിലോട്ട് വണ്ടി ഒതുക്കി. പിന്നെ കുറച്ച് ചെറുകടികൾ അവിടെ ഉണ്ടായിരുന്നു, അതും വാങ്ങിക്കഴിച്ച് ഒരു ചായയും കുടിച്ച് അങ്ങനെ അവിടെ നിന്നു. അങ്ങനെ ഊട്ടിയിലെ തണുപ്പെല്ലാം ആസ്വദിച്ച് നേരെ അവിടുന്ന് വണ്ടി എടുത്തു. ഊട്ടി ടൗണൊക്കെ വിട്ട് കഴിഞ്ഞപ്പോഴാണ് മഞ്ഞിറങ്ങാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഇച്ചാപ്പനൊരു ഐഡിയ തോന്നിയത്, വാടാ നമുക്കൊരു മാഗി കഴിച്ചിട്ട് പോകാമെന്ന്. വൈബുള്ളൊരു സ്ഥലം നോക്കി വണ്ടി ഒതുക്കി. അത്യാവശ്യം തിരക്കുള്ള ചെറിയൊരു ബജിക്കട. ഞങ്ങൾ എന്തായാലും നൂഡിൽസിന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അവര് നൂഡിൽസ് സെറ്റാക്കി കൈ തന്നു. സംഭവം കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഊട്ടിയിലെ തണുപ്പൊക്കെ ആസ്വദിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നൂഡിൽസ് കഴിച്ചുകൊണ്ടിരുന്നു. ഇവിടെ നിന്ന് ഇനി നേരെ കോയമ്പത്തൂർ പിടിക്കാം. കോയമ്പത്തൂർ എത്തിയതിന് ശേഷം അവിടുന്ന് പാലക്കാട് കയറി പോകാമെന്നാണ് പറഞ്ഞത്. ഊട്ടിയിൽ നിന്ന് തിരിച്ചിറങ്ങുന്നതായതുകൊണ്ട് തന്നെ വഴിയിലൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു. രാത്രി ഒരു 8 മണിയോടുകൂടി ഞങ്ങൾ കോയമ്പത്തൂർ എത്തി. അവിടെയും ബ്ലോക്ക് തന്നെ. നേരെ ഓപ്പോസിറ്റ് നോക്കിയപ്പം ഒരു കട കണ്ടു. എന്നാ പിന്നെ ഇവിടെ നിന്ന് വല്ലതും കഴിച്ചിട്ട് പോകാമെന്നായി. നേരെ കടയിലേക്ക് കയറിയപ്പോൾ തന്നെ അവര് ഇലയിട്ടിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ കഴിക്കാനുള്ളത് ദോശയും പൊറോട്ടയുമാണ്. എന്തായാലും പൊറോട്ട തന്നെ പറഞ്ഞു. പൊറോട്ടയും ചിക്കന്റെ ചാറും ഓംലേറ്റും. എന്തായാലും അവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ പാലക്കാട് പിടിക്കാന്ന് ഓർത്തു. വണ്ടി എടുത്തു.